ആ ദേ അവൻ വന്നു. വിഷുവായിട്ട് എനിക്ക് നെക്ലസ് തന്നതാ. ഞാൻ പോയി ഒന്ന് സഹായിച്ചു കൊടുക്കട്ടെ. ശരി മോളെ. എന്താ മോളെ? നോക്ക്. ഇതെന്താ മോളെ, അവൾ അവന്റെ കൂടെ വരുന്നത്? അറിയത്തില്ലമ്മ. മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് എടുക്കണ്ട, മുന്നോട്ട് തന്നെ പൊയ്ക്കോ. ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഇല വെട്ടണോ സദ്യ വിളമ്പണോന്നൊക്കെ പിന്നീട് തീരുമാനിക്കാന്ന്. ഇവളുമായിട്ട് ഈ വീട്ടിലെ മരുമോളല്ലേ, മൂത്ത മരുമോള്. എന്നെ പോലെ തന്നെ ഈ വീട്ടിലിപ്പോ ഇയാൾക്കും അവകാശമുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പം വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാ വരണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അപ്പൊ ഇവളെ കാണാനാണോ നീ പോയത്? അല്ലാതെ ജർമ്മനിയിൽ നിന്ന് വന്ന നിന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്കല്ല. ഓ, അമ്മയുടെ സ്വന്തം മോൻ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ? ഇല്ല, കാര്യങ്ങളൊക്കെ പറയേണ്ടവര് തന്നെ പറയട്ടെന്ന് കരുതി. ഞങ്ങള് കരുതി ഇതിനോടകം നിങ്ങളൊക്കെ എല്ലാം അറിഞ്ഞു കാണൂന്നാ. ഇനിയിപ്പോ അറിയാത്ത സ്ഥിതിക്ക് പറയാം. ഞാൻ പോയത് എന്റെ കൂട്ടുകാരന്റെ പെങ്ങളുടെ വിവാഹത്തിന്റെ റിസപ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയല്ല, അനന്തുവിന്റെ വീട്ടിലേക്കാ. എന്റെ ഭാര്യയെ കാണാൻ. ഇയാൾക്ക് വിഷു കൈനീട്ടം കൊടുക്കാൻ. കണ്ണേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? ഇവൾക്ക് എന്തിനാ കണ്ണേട്ടൻ വിഷു കൈനീട്ടം കൊടുക്കുന്നേ? എടാ, മോള് ചോദിച്ചത് കേട്ടില്ലടാ. ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോലും നിന്റേതല്ല. അപ്പൊ ഇവൾക്ക് വിഷുക്കായി നീട്ടം കൊടുക്കേണ്ടതേ ആ കുഞ്ഞിന്റെ അച്ഛനല്ലേ? ആ കുഞ്ഞിന്റെ അച്ഛൻ തന്നെയാ ഇയാൾക്ക് വിഷുക്കായി നീട്ടം കൊടുത്തത്. ഇവന്റെ ചോദ്യങ്ങൾക്ക് ഞാൻ കൃത്യമായി മറുപടി കൊടുത്തു കഴിഞ്ഞു. ഇവനത് നിങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനൊരു ചോദ്യത്തിന്റെ ആവശ്യം വരില്ലായിരുന്നു. കുറെ നാളായിട്ട് ഞാൻ സഹിക്കുക. ഇയാളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് എത്ര അച്ഛന്മാരുണ്ടായി? എത്ര പേരുകൾ നിങ്ങൾ എന്നോടും ഇയാളോടും പറഞ്ഞു. കേട്ട് കേട്ട് ചെവി തഴമ്പിച്ചു. എന്നിട്ട് ഒന്നും പറയാതിരുന്നത് ആരോഗ്യത്തോടെയുള്ള ഒരു കുഞ്ഞ് ഞങ്ങൾക്ക് ജനിക്കാൻ വേണ്ടിയിട്ടാ. ഞങ്ങൾക്കോ? എടാ, വീൽ ചെയറിൽ ഇരിക്കുന്ന നിനക്ക് എങ്ങനെയാടാ കുട്ടികൾ ഉണ്ടാവുന്നേ? വീൽ ചെയറിൽ ഇരിക്കുന്ന ആളുകൾക്ക് കുട്ടികൾ ഉണ്ടാവാൻ പാടില്ലെന്നുണ്ടാവും. ഇവളെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ കള്ളം പറയാ? ഒരിക്കലും അല്ല. IVF എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. അതേപ്പറ്റി ചിലപ്പോ അമ്മയ്ക്ക് അറിയില്ലായിരിക്കും. എന്നാ നീ അതേപ്പറ്റി കേട്ടിട്ടുണ്ടാവും.
ആ ചികിത്സയിലൂടെയാ ഇയാൾ അമ്മയാകാൻ പോകുന്നത്. എന്റെ സ്പേം തന്നെയാണ് ഇയാളുടെ ഉള്ളിലുള്ളത്. എന്റെ ദൈവമേ, അത് എനിക്കും ഇയാൾക്കും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും അറിയാവുന്ന സത്യമാണ്. പിന്നെ ഞാനതൊക്കെ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത് അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. സ്വന്തം മോളുടെ കുഞ്ഞിനെ പോലും കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു അമ്മ ഇവിടെ ഉള്ളപ്പോ അവിടെ ഇങ്ങനൊരു നാടകം കളിക്കാതെ മറ്റു മാർഗമില്ലായിരുന്നു. അതുകൊണ്ടാ ഹൃദയം പൊട്ടുന്ന വേദനയോടെ പല കള്ളങ്ങളും എനിക്ക് പറയേണ്ടി വന്നത്. നിങ്ങളൊക്കെ ഇയാളെ തള്ളി പറയുമ്പോഴും വഴിതെറ്റിയ പെണ്ണായിട്ട് ചിത്രീകരിക്കുമ്പോഴും കേട്ടോണ്ട് നിൽക്കേണ്ടി വന്നത്. ഇനി ആരെ എനിക്കൊന്നും ബോധിപ്പിക്കാനില്ല. ഇയാൾക്ക് നാളെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോ ആ കുഞ്ഞിന്റെ അച്ഛൻ നിങ്ങൾ പറഞ്ഞ പേരുകാരായിരിക്കില്ല. അതിനൊരൊറ്റ അവകാശമേ ഉള്ളൂ, കമലേശ്വരത്തെ ഈ കണ്ണൻ. അയ്യോ മോളെ, എടാ മോളുടെ ബോധം പോയടാ. കരുണേ. പിടിക്ക് മോളെ. കരുണേ. അയ്യോ മോളെ, അങ്ങോട്ട് ഇരുത്തോ. ഇരിക്ക്. പതുക്കെ. അയ്യോ മോളെ, കരുണേ. മോളെ, കരുണ മോളെ, മോളെ. അയ്യോ അത്രയ്ക്ക് അവൾക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാ ബോധം പോയത്. കരുണേ. എടാ ഇത്തിരി വെള്ളം കൊണ്ടുവാ. ശോ, മോളെ, മോളെ, കരുണ മോളെ. ഞാനെന്തെങ്കിലും സ്വപ്നം കണ്ടായിരുന്നോ? നീ കണ്ടത് സ്വപ്നമൊന്നുമല്ല. ഞങ്ങള് രണ്ടാളും ജീവനോടെ നിന്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. കണ്ണേട്ടൻ പറഞ്ഞതൊക്കെ തന്നെയാ നീ കേട്ടത്. മോളെ, മോളിരുന്നോ? തളർച്ച ഉണ്ടെങ്കിൽ ഇരുന്നോ മോളെ. വേണ്ട. പിന്നെ എന്തിനാ നിങ്ങൾ ഇത്രയും നാടകം കളിച്ചത്? എന്തുകൊണ്ടാ നാടകം കളിച്ചതെന്ന് കണ്ണേട്ടൻ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. എന്നിട്ട് നിനക്കത് മനസ്സിലായില്ലേ? പറഞ്ഞു കേട്ടില്ലേ? ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേന്ന്? മനസ്സിലായില്ലെങ്കിൽ ഒരിക്കൽ കൂടി പറയാം. എന്റെ ഭാര്യയ്ക്ക് നാളെ ഒരു കുഞ്ഞ് ജനിക്കും. ആ കുഞ്ഞ് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ആ കുഞ്ഞിനൊപ്പം ചേരുന്നത് എന്റെ പേരായിരിക്കും, കണ്ണൻ എന്ന പേര്. ആ സ്ഥാനത്തേക്ക് മറ്റാരും വരില്ല. മോനെ, എന്താണ് ഇതൊക്കെ? എന്താണെന്ന് എന്നോടാണോ ചോദിക്കുന്നത്? കളിയാക്കിക്കൊണ്ട് നിന്നായിരുന്നല്ലോ എല്ലാവരും. എന്താ ഇനി എന്നെ കൊണ്ടുപോണ്ടേ? നല്ലൊരു ഡോക്ടറെ കാണിക്കണ്ടേ? സൈക്കാട്രിസ്റ്റിനെ കാണിക്കണ്ടേ? ഇനി ഡോക്ടറെ കാണിക്കേണ്ടതേ അമ്മേ ഇവളെയാ. എന്നാലും ഇങ്ങനൊരു ചതി നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ. നല്ല വലിയ ഇല തന്നെ വെട്ടിക്കൊണ്ടുവരാം. 8 കൂട്ടം കറികളും പായസമൊക്കെ ആയിട്ട് വിളമ്പി തരാം. സദ്യ അവരുടെ ഭാഗത്തുനിന്ന് കിട്ടിയല്ലോ, അപ്പോ അതിന് പകരം കൊടുക്കണ്ടേ? എടാ, ഇതിനൊക്കെ അവനും അവൾക്കും സദ്യ കൊടുക്കണം. നല്ല വിഷം ചേർത്ത സദ്യ തന്നെ. ആ, എന്നാ അത് കൊടുക്ക്. എന്നിട്ട് രണ്ടിനെ ഈ ലോകത്തുനിന്ന് പറഞ്ഞുവിട്. എത്ര കാലായി ഈ ചതി വഞ്ചനയും തുടങ്ങിയിട്ട്. ഇതുപോലെ ഇവിടെ പ്രതീക്ഷയോടെ എത്ര ദിവസം
നമ്മൾ പലതും സംഭവിക്കുന്നു പറഞ്ഞ് കാത്തിരുന്നിട്ടുള്ളത്. അന്നൊക്കെ ഇതുപോലെ തന്നെയാ രണ്ടെണ്ണം കയറി വന്നിട്ടുള്ളത്. നമ്മുടെ നെഞ്ചിൽ തീ കോരിയിട്ടുണ്ട്. മോളെ കരയണ്ട മോളെ. ദേ മോളെക്കാളും വിഷമമുണ്ട് എനിക്ക്. അവള് കരയട്ടെ. കുറച്ച് ദിവസമായിട്ട് അനുഭവിക്കുന്ന സന്തോഷം ഒറ്റയടിക്ക് കെട്ടുപോയതല്ലേ. അതിൽ നിരാശ കാണും. അത് കരഞ്ഞു തന്നെ തീർക്കണം. ശോ. എന്നാലും ഇന്നത്തെ വിഷു ഇങ്ങനെ ആയിപ്പോയല്ലോ അനന്തേട്ടാ. വിഷു മോശമായി പോയെന്നൊന്നും പറയാൻ പറ്റില്ല. എത്രയോ ദിവസമായിട്ട് വലിയൊരു സത്യം ഒളിപ്പിച്ച് നടക്കുക നമ്മളെല്ലാവരും. അത് ശരിയല്ലേ ചേച്ചി? ഏതൊക്കെ രീതിയിലാ ലക്ഷ്മി മേഡത്തെ എല്ലാവരും ആക്ഷേപിച്ചുകൊണ്ടിരുന്നത്? ഏട്ടത്തിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് എത്ര അവകാശികളുണ്ടെന്നാ അവരൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന്. അതിനെന്തായാലും ഒരു അവസാനമായില്ലോ. മഹി അവിടെ നിൽക്കുന്നത് ഒട്ടും സേഫ് അല്ല മഞ്ജു. അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുണ്ട്. മഹിയെ പ്രസവം വരെ നന്നായി നോക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അവിടെ മഹിക്ക് താമസിക്കാൻ പറ്റിയ സാഹചര്യമല്ല മഞ്ജു. അവർക്കെല്ലാവർക്കും മുറിവേറ്റ് കഴിഞ്ഞു. അത് പെട്ടെന്നൊന്നും കരയുന്ന മുറിവല്ല. അങ്ങനൊരു അവസ്ഥയിൽ അവര് മഹിയും കണ്ണനെ കരയിപ്പിക്കാൻ എന്തും ചെയ്യും. ഇനി അവർക്ക് സന്തോഷം ഉണ്ടാവണമെങ്കിൽ ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കണം. അതുകൊണ്ട് അതിനു വേണ്ടിയായിരിക്കും അവർ ഗൂഢാലോചന നടത്തുന്നത്. അവിടുത്തെ കാര്യങ്ങൾ അറിയാഞ്ഞിട്ട് ഒരു സമാധാനവും ഇല്ല മഞ്ജു. ഒരു കാര്യം ചെയ്യാം, എന്റെ വീടല്ലേ, ഞാനൊന്ന് പോയിട്ട് വരാം. ഇങ്ങനെ ഒരു സമയത്ത് ഞാൻ മാറി നിൽക്കുന്നത് ശരിയല്ല. എന്റെ അമ്മയും ആങ്ങളെയും നാത്തൂനും കണ്ണീട്ടിനെ ലക്ഷ്മിയെടുത്ത് എന്തെങ്കിലും പറയുവാണെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള മറുപടി എന്റെ പക്കലുണ്ട്. ഞാനൊന്ന് പോയിട്ട് വരാം സാഗരേട്ടാ. മേഘനും പ്രതാപനും കണ്ണന്റെ അമ്മാവനും ഒക്കെ കിട്ടേണ്ടത് കിട്ടി. ഇനി കിട്ടേണ്ടത് ഉണ്ണിക്ക. അതിനുവേണ്ടിയുള്ള അവസരം അവൻ തന്നെ ഉണ്ടാക്കുമല്ലോ. ഇതുപോലൊരു അനിയൻ ലോകത്ത് കാണില്ല. ഉള്ള ജോലി പോയി, അതുകൊണ്ട് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കാൻ അവൻ എന്തും ചെയ്യും. അവൻ ചെയ്യാനുള്ളത് ചെയ്യട്ടെ. ലക്ഷ്മി മേഡത്തിന്റെയും കണ്ണൻ സാറിന്റെയും നല്ല കുടുംബജീവിതത്തിന് വേണ്ടി തിരിച്ചടിക്കണമെങ്കിൽ മാർക്കോ തിരിച്ചടിക്കും. ഉണ്ണിയോട് അവന് തീർത്താ തീരാത്ത പകയുണ്ട്. ഒരവസരത്തിന് വേണ്ടി മാർക്കോ കാത്തിരിക്കുക. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കാതിരുന്ന അവന് കൊള്ളാം. സന്തോഷമായല്ലോ, ഹാപ്പി ആയല്ലോ. ഇനി പറ, ഞാൻ മണ്ടനാണെന്ന്, കഴുതയാണെന്ന്. അയാള് നമ്മളെല്ലാം ജീവനോട് ദഹിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് ദിവസം കുറേയായി. അത് ഉള്ളിലിരുന്ന് പുകഞ്ഞതുകൊണ്ടാ ഇടയ്ക്കൊക്കെ നിന്നോട് അതിനെപ്പറ്റി പറഞ്ഞത്. അപ്പോഴൊക്കെ എന്നെ കളിയാക്കിയ നിന്നെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു എനിക്ക്. ഇക്കാര്യത്തില് ഞാൻ നിങ്ങളുടെ മുന്നിൽ തോറ്റുപോയി. നിങ്ങളോടൊന്നല്ല, എല്ലാവരുടെ മുന്നിൽ ഞാൻ ഒന്നും അല്ലാതായി. എനിക്ക് കുട്ടികളില്ല. അവളെക്കാളും മുന്നേ അമ്മയാവേണ്ടവളായിരുന്നു ഞാൻ. എന്റെ കുഞ്ഞിനെ എന്റെ ജീവന് തുല്യം സ്നേഹിക്കുന്നവർ തന്നെ ഇല്ലാതാക്കി. മനഃപൂർവ്വമല്ലെങ്കിലും
അങ്ങനെ സംഭവിച്ചു. സത്യം പറഞ്ഞ എനിക്കിപ്പോ എന്നെ തന്നെ കത്തിച്ചു കളയാൻ തോന്നുക. ഇനി അവള് അയാൾക്കൊപ്പം ഇവിടെ ആയിരിക്കും താമസം. അയാൾ തന്ന വിഷുവിന്റെ സമ്മാനങ്ങളൊക്കെ നീ അമൂല്യ നിധിയായിട്ടല്ലേ കൊണ്ട് നടക്കുന്നത്. നീ എന്തായി കാണിക്കുന്നത്? കാരണം എന്തിനാ ഇനി ഇതൊക്കെ എനിക്ക്? ഇത് കഴിഞ്ഞ സംഭവങ്ങളുടെ ആവർത്തനം തന്നെയാ. ഇതിനു മുൻപ് അവര് വാങ്ങിത്തന്ന സ്വർണ്ണ ഉണ്ണിയേട്ടൻ എനിക്ക് കൊണ്ടുവന്ന് തന്നത്. അതാ ഞാൻ ഉണ്ണിയേട്ടന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു തന്നത്. എന്നാൽ ഇപ്പോ അങ്ങനൊരു കള്ളം ചെയ്തില്ല. പക്ഷേ അതിനേക്കാൾ ദയനീയമായി എന്നെ തകർത്ത് കളഞ്ഞു. അരക്ക് താഴോട്ട് തളർന്നെങ്കിലും അതിനൊക്കെ കൂടിയുള്ള തലച്ചോറ് അയാൾക്കുണ്ട്. ഈ വീടിനകത്ത് അവൻ ഒറ്റയ്ക്കായിരുന്നു. ഇതില് നല്ലത് അവനെ കൊന്നിട്ട് നമ്മൾ ജയിലിൽ പോയി കിടക്കുന്നതായിരുന്നു. ലേഖ അനന്തേട്ടനൊക്കെ വിഷമിച്ചിരിക്കായിരിക്കും. നമുക്കവരൊന്ന് വിളിക്കണ്ടേ? വിളിക്കാം. വലിയൊരു നാടകം ആടി തീർത്തതല്ലേ, കുറച്ച് കഴിയട്ടെ. ഇപ്പോഴും ഭയം വിട്ടുമാറിയിട്ടില്ല. എന്തിനാ ഭയക്കുന്നേ? ആ ഭയാ കള്ളം പറയാത്ത നമ്മളെ കൊണ്ട് കള്ളമൊക്കെ പറയിക്കുന്നത്. പോയി തുറക്ക. അയാളുടെ ഒരു വിഷു സമ്മാനം ഇത് നീ തന്നെ വച്ചോടി. അത് തനിക്ക് അവകാശപ്പെട്ടതാ. അതുകൊണ്ടാ ഇതെല്ലാം വലിച്ചെറിഞ്ഞ് തനിക്ക് തരാൻ ഇവക്ക് തോന്നിയത്. നല്ല സന്തോഷമുണ്ടല്ലേ? എല്ലാവരും ഇത്ര ദയനീയമായിട്ട് പറ്റിച്ചതില് വല്ലാത്തൊരു ആനന്ദം ഉണ്ടല്ലേ? അങ്ങനെ ആനന്ദിക്കുന്നവരല്ലടി ഞങ്ങള്. മറ്റുള്ളവരുടെ സങ്കടം ഞങ്ങൾ ആഘോഷിക്കാറില്ല, നിന്നെയൊക്കെ പോലെ. സംഭവിച്ചത് എന്താണെന്നൊക്കെ താൻ പറഞ്ഞല്ലോ. പിന്നെ എന്തിനായിരുന്നു സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് എനിക്ക് തന്നത്? നീയും നിന്നെ സ്നേഹിക്കുന്നവരും ഞങ്ങളോട് കാട്ടിയ ക്രൂരതയുടെ 4-1 പോലും ഞങ്ങൾ കാട്ടിയിട്ടില്ല. അതുകൊണ്ട് നിന്നോടൊക്കെ കള്ളം പറയേണ്ടി വന്നതില് ഒരു കുറ്റബോധവും ഞങ്ങൾക്കില്ല. സ്വന്തം കുഞ്ഞിനെ നീയൊക്കെ കൊല്ലാതിരിക്കാൻ വേണ്ടിയാ ഞങ്ങൾക്ക് ഇത്രയും വിഷമം സഹിക്കേണ്ടി വന്നത്. നിന്റെ അച്ഛനും മുത്തശ്ശി നല്ല മനുഷ്യരായിരുന്നെങ്കിൽ നിനക്കിപ്പോ നിന്റെ കുഞ്ഞിനെ താലോലിക്കാമായിരുന്നല്ലോ. അങ്ങനെങ്കില് നിന്റെ കയ്യിലൊരു കുഞ്ഞ് കാണുമായിരുന്നല്ലോ. ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് നിങ്ങളുടെ ആണെന്ന് ഇപ്പോഴും എനിക്ക് വിശ്വാസം ഇല്ല. നിന്നെ ഇനി അങ്ങനെ വിശ്വസിപ്പിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. നീ IVF ട്രീറ്റ്മെന്റ് എടുത്തു എന്നൊക്കെ പറയുന്നത് ശരിയായിരിക്കും. പക്ഷെ ആ ട്രീറ്റ്മെന്റില് ഇയാള് ഭാഗമായിട്ടുണ്ടാവില്ല. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ അതിൽ നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. അതൊക്കെ ഞാൻ സഹിച്ചാ പോരെ. എന്തായാലും ഇയാൾക്കൊരു കുഞ്ഞ് ജനിക്കും. ആ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ഞങ്ങൾ രണ്ടാളും ആയിരിക്കും. അത്രമാത്രം നീ ഇപ്പൊ മനസ്സിലാക്കിയാൽ മതി. ഇതിനൊക്കെ എന്തെങ്കിലും ഒരു ദിവസം നിങ്ങക്ക് തിരിച്ചടി കിട്ടിയിരിക്കും. ദൈവം ഉണ്ടെങ്കിൽ കിട്ടിയിരിക്കും.
നമുക്ക് സമനില തെറ്റിയെന്നാ തോന്നുന്നേ. അതെ, അങ്ങനെ തന്നെ എനിക്കും തോന്നുന്നേ. ഈ ദേഷ്യത്തിന് ഇവരൊക്കെ എന്തേലും ചെയ്യുമെന്ന് എന്റെ പേടി. എല്ലാവരുടെയും മനസ്സ് തകർന്നിരിക്കുക. ഇത്രയും ദിവസം അവരെന്തെങ്കിലും ചെയ്യുമെന്ന് കരുതിയിട്ടാ നമ്മൾ വലിയൊരു നാടകം കളിച്ചത്. ഇനിയിപ്പോ ഭയത്തിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മള് നമ്മുടേതായ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി. വാ. ഇനിയാ നമ്മുടെ കുഞ്ഞിനെ നമ്മൾ ഒരുപാട് സൂക്ഷിക്കേണ്ടത്. തന്റെ ഉള്ളിൽ വിഷം ചെന്നിട്ടും നമ്മുടെ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ലല്ലോ. അന്ന് കൂടെ നിന്ന് ദൈവങ്ങൾ തന്നെ ആ കുഞ്ഞിന് തുണയായിക്കോളും.